അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച് അവന്റെ സങ്കേത കോട്ടയിൽ ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. അവൻ നിനക്ക് വേട്ടക്കാരെ കെണിയും നാശകരായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. തൻ്റെ തോൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. തൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. തൻ്റെ വിശ്വസ്ത എനിക്ക് പരിചയം പാലിക്കാവുന്നു. രാത്രിയിലത്തെ ഭയത്തെയും പാൽപ്പറക്കുന്ന അസ്ത്രത്തെ, ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാടില്ല. നിന്റെ വശത്ത് 1000 വീഴും, നിന്റെ വലത്തുവശത്ത് 10,000 വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് എന്നെ പ്രതിഫലം കാണും. നീ അത്യുന്നതന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്ന ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് അവൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചോളും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാണ്ടിരിക്കാൻ അവൻ നിന്നെ കയ്യിൽ വഹിച്ചോളും. സിംഹത്തിന്മേലും അണിലിന്മേലും ചവിട്ടും. ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ നീ മേയിച്ചോളയും. അവൻ എന്നോട് പറ്റിയേക്ക്, ഞാൻ അവനെ വിടുവിക്കും. അവൻ്റെ ആപ്തരെ ഞാൻ ഉയർത്തും. കഷ്ടാലത്തെ അവനോട് കൂടിയേക്ക്, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് തൃപ്തി വരുത്തി തൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. സങ്കീർത്തനം 91.